നമസ്കാരം. ന്യൂസ് റൂം ലൈവ് ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. വയനാട് ചുരിമലയിലെ കടുവ കൂട്ടിൽ കുടുങ്ങി. കടുവയെ കുപ്പാടിയിലെ സംരക്ഷണ കേന്ദ്രത്തിലേക്ക് മാറ്റി. NDA കേരള പദയാത്രയ്ക്ക് ഇന്ന് കാസർഗോഡ് തുടക്കം. ഗോവ മുഖ്യമന്ത്രി പ്രമോദ് സാവന്ത് ഉദ്ഘാടനം ചെയ്യും. 20 ലോക്സഭാ മണ്ഡലങ്ങളിലൂടെയും പര്യടനം. മെഡിസബ് വാഗ്ദാനത്തിൽ ഒതുങ്ങുന്നു. പണരഹിത ചികിത്സയെന്ന വാഗ്ദാനം നടപ്പായില്ല. എംപാനൽ ചെയ്ത ആശുപത്രികളിൽ പോലും ചികിത്സ ലഭിക്കുന്നില്ലെന്ന് പരാതി. രാജ്യാന്തര സ്പോർട്സ് സമ്മിറ്റിലൂടെ 5000 കോടി രൂപയുടെ നിക്ഷേപമെന്ന് കായിക മന്ത്രി. 10,000 തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടും. മികച്ച പരിശീലനം ഉറപ്പാക്കാൻ പഞ്ചായത്ത് തലം മുതൽ പദ്ധതികളെന്നും അബ്ദുറഹ്മാൻ. ആകാംക്ഷയിൽ ബീഹാർ രാഷ്ട്രീയം. JDU MLA-മാരുടെ യോഗം നാളെ. BJP പിന്തുണയോടെ നിതീഷ് കുമാർ സത്യപ്രതിജ്ഞ ചെയ്തേക്കും. BJP ദേശീയ നിർവാഹക സമിതിക്ക് ഇന്ന് തുടക്കം. ഡൊണാൾഡ് ട്രംപിന് കനത്ത തിരിച്ചടി. പീഡനക്കേസിൽ കനത്ത പിഴ. മാധ്യമപ്രവർത്തകയ്ക്ക് $5 മില്യൺ നഷ്ടപരിഹാരം നൽകണമെന്ന് ന്യൂയോർക്ക് കോടതി. ഇംഗ്ലണ്ടിനെതിരായ ഒന്നാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യ ശക്തമായ നിലയിൽ. ഒന്നാം ഇന്നിംഗ്സിൽ 175 റൺസ് ലീഡ്. വിശദമായ വാർത്തകളിലേക്ക്. വയനാട് ചൂരിമലയിലെ കടുവ ഒടുവിൽ കൂട്ടിൽ കുടുങ്ങി. കൊളഗപ്പാറയിലെ 1 മാസമായി ഭീതി പരത്തിയ കടുവയാണ് വനം വകുപ്പിന്റെ കൂട്ടിലായത്. 1 മാസത്തിനിടെ 4 വളർത്തുമൃഗങ്ങളെ കടുവ കൊന്നിരുന്നു. വിവരങ്ങളുമായി ജിൻസ് ചേരുകയാണ് വയനാട്ടിൽ നിന്ന്. ജിൻസ്, ദിവസങ്ങളായി അവിടെ നാട്ടുകാരുടെ ഉറക്കം കെടുത്തിയിരുന്ന കടുവ എന്തായാലും ഒടുവിൽ കൂട്ടിൽ കുടുങ്ങിയിരിക്കുകയാണ്. എങ്ങനെയാണ് പിടികൂടാൻ സാധിച്ചത്? മറ്റു വിവരങ്ങൾ. ആര്യ, കഴിഞ്ഞ 1 മാസത്തോളമായി കൊളഗപ്പാറ ചൂരിമലയെ വിറപ്പിച്ച കടുവയാണ് ഒടുവിൽ കൂട്ടിലായിട്ടുള്ളത്. ബീനാച്ചി എസ്റ്റേറ്റിൽ സ്ഥാപിച്ച കൂട്ടിലാണ് ഈ കടുവ കുടുങ്ങിയത്. കഴിഞ്ഞ ദിവസം ഈ താണാട്ടുകുടിയിൽ രാജന്റെ പശുക്കിടാവിനെ ഈ കടുവ കൊന്നിരുന്നു. അതിനുശേഷം നാട്ടുകാരും വനംവകുപ്പും നടത്തിയ തിരച്ചിലിൽ ഈ എസ്റ്റേറ്റിന് സമീപത്തെ ഒരു സ്ഥലത്ത് ഈ കടുവയുടെ ജഡം കണ്ടെത്തുകയും ചെയ്തിരുന്നു. അതിനുശേഷം വനംവകുപ്പ് ഈ കടുവയുടെ ജഡം കെണിയായി ഒരുക്കിക്കൊണ്ട് ഈ വനംവകുപ്പ് മറ്റൊരു കൂടും കൂടെ സ്ഥാപിച്ചിരുന്നു. ഈ കൂട്ടിലാണ് ഇപ്പോൾ കടുവ കുടുങ്ങിയിട്ടുള്ളത്. ഉടനെ തന്നെ ഈ ആളുകളുടെ പ്രതിഷേധം കണക്കിലെടുത്തുകൊണ്ട് ഈ കടുവയെ കുപ്പാടിയിലെ പരിചരണ കേന്ദ്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. എന്തായാലും 1 മാസത്തിനിടെ ഈ പ്രദേശത്ത് 4 വളർത്തുമൃഗങ്ങളെയാണ് ഈ കടുവ കൊന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആളുകളെല്ലാം തന്നെ കടുത്ത ഭീതിയിലായിരുന്നു. വലിയ പ്രതിഷേധമൊക്കെ നിലവിൽ നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. മുൻപ് ഇവിടെ ഒരു ക്യാമറയും അതുപോലെ തന്നെ കൂട് സ്ഥാപിച്ചെങ്കിലും ഇവയെ പിടികൂടാൻ കഴിഞ്ഞില്ല. അതിനുശേഷമാണ് ഇന്ന് 2ാമത്തെ കൂടും കഴിഞ്ഞ ദിവസം സ്ഥാപിച്ചത്. എന്തായാലും കടുവയെ പിടികൂടിയതുകൂടെ ഈ പ്രദേശത്തെ ആശങ്ക ഒഴിഞ്ഞു എന്ന് തന്നെ വേണം പറയാൻ. ആര്യ, ശരി, ജിൻസ് ആണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും വയനാട്ടിലെ ചൂരിമലയിലെ കടുവ ഒടുവിൽ കൂട്ടിൽ കുടുങ്ങിയിരിക്കുകയാണ്. കൊളഗപ്പാറയിൽ 1 മാസമായി ഭീതി പരത്തിയ 4 വളർത്തുമൃഗങ്ങളെ കൊന്ന കടുവയാണ് ഇപ്പോൾ കൂട്ടിലായിരിക്കുന്നത്. വണ്ടി കയറ്റി പാടിനടിക്കോ ഇന്നോ വിളിച്ചാൽ ഇതിന്
ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ നയിക്കുന്ന NDA കേരള പദയാത്രയ്ക്ക് കാസർഗോഡ് തുടക്കമാകും. വൈകിട്ട് 3-ന് ഗോവ മുഖ്യമന്ത്രി പ്രമോദ് സാവന്ത് ഉദ്ഘാടനം ചെയ്യുന്ന യാത്ര 20 ലോക്സഭാ മണ്ഡലങ്ങളിലും പര്യടനം നടത്തും. മോദിയുടെ ഗ്യാരണ്ടി പുതിയ കേരളം എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് പദയാത്ര. രാവിലെ 10:30 കെ സുരേന്ദ്രൻ മാധ്യമങ്ങളെ കാണും. തുടർന്ന് 11:30-ന് പൌരപ്രമുഖരുമായി കൂടിക്കാഴ്ച നടത്തും. KV ബൈജു വിവരങ്ങളുമായി ചേരുന്നു. ബൈജു, കേരളത്തിൽ അക്കൗണ്ട് തുറക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി തന്നെ വളരെ സജീവമായ പ്രവർത്തനങ്ങളിലേക്ക് BJP കടന്നിരുന്നു. അതിന്റെ ഭാഗമായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നടപടിയായി തന്നെ നമുക്ക് ഈ പദയാത്രയെ കാണേണ്ടിയിരിക്കുന്നു, അല്ലേ? തീർച്ചയായും ആര്യ, അങ്ങനെ തന്നെ വേണം കരുതാൻ. പാർലമെന്റ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വരുന്നതിന് മുമ്പ് തന്നെ, ഒരു മുഴം മുന്നേ തന്നെ BJP അവരുടെ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾക്ക് തുടക്കം കുറിക്കുന്നു എന്ന് വേണം പറയാൻ. നമുക്കറിയാം, നേരത്തെ 2 തവണയാണ് തുടർച്ചയായി മോദി കേരളത്തിൽ വന്നത്. അതിന് തുടർച്ചയായി ഇപ്പോൾ സംസ്ഥാന അധ്യക്ഷന്റെ ഒരു ജാഥ, അതും NDA കേരള പദയാത്ര, അതായത് ഘടകകക്ഷികളെയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പദയാത്രക്കാണ് ഇപ്പോൾ തുടക്കം. കാസർഗോഡ് നിന്നും ഇന്ന് തുടക്കം കുറിക്കുന്നത്. 3 മണിക്ക് താളിപ്പടുപ്പ് മൈതാനിയിലാണ് ഈ യാത്ര. എന്തായാലും ദേശീയ അധ്യക്ഷൻ JP നദ്ദയാണ് ഈ ജാഥ ഉദ്ഘാടനം ചെയ്യുക എന്നതാണ് അറിയിച്ചിരുന്നെങ്കിലും ബീഹാറിൽ ഇപ്പോൾ ഉരുത്തിരിഞ്ഞു വന്ന പുതിയ സംഭവവികാസങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇന്ന് നദ്ദ ഉണ്ടാകില്ല. അതിന് പകരം ഗോവ ഗവർണറാണ് ഈ ജാഥയുടെ ഉദ്ഘാടനം നിർവഹിക്കുക. ജാഥയിൽ V. മുരളീധരൻ ഉൾപ്പെടെയുള്ള ദേശീയ കേന്ദ്ര മന്ത്രിമാരും ഒപ്പം സംസ്ഥാന ദേശീയ നേതാക്കളും പങ്കെടുക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. എന്നാലും ഇന്ന് 3 മണിക്ക് ഉദ്ഘാടനം ചെയ്യുന്ന ജാഥ 11 കിലോമീറ്റർ പദയാത്രയായി മേൽപ്പറമ്പിൽ സമാപിക്കും. അതിനുശേഷം നാളെ ഈ ജാഥയ്ക്ക് പ്രത്യേകിച്ച് പരിപാടികളില്ല. ഈ മറ്റന്നാളാണ് കണ്ണൂർ ജില്ലയിൽ ജാഥയുടെ പര്യടനം. അതിനുശേഷം 29-ന് ഇത്തരത്തിൽ ഓരോ ജില്ലകളിലും കേന്ദ്രീകരിച്ച് ഒരു ദിവസം എന്ന നിലയിലാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ തിരുവനന്തപുരത്ത് എത്തുമ്പോഴേക്കും ഈ മുന്നണിയിൽ കൂടുതൽ ഘടകകക്ഷികൾ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ അതൃപ്തിയുള്ള നേതാക്കളൊക്കെ എത്തും എന്നാണ് കെ സുരേന്ദ്രൻ പറഞ്ഞിട്ടുള്ളത്. എന്നാലും 10:30 വിശദമായ വാർത്താ സമ്മേളനം വിളിച്ചിട്ടുണ്ട്. ഈ വാർത്താ സമ്മേളനത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് സുരേന്ദ്രൻ പറയുന്നതെന്ന് എന്തായാലും നോക്കേണ്ടി വരും. പ്രധാനമായും ഈ കോൺഗ്രസിൽ നിന്നും നേതാക്കൾ ഈ BJPയിലേക്ക് ചേരും എന്നാണ് സുരേന്ദ്രൻ പറഞ്ഞത്. ഇന്ന് കാസർഗോഡ് ജില്ലയിൽ തന്നെ ഇന്ന് ജില്ലയിലെ മുതിർന്ന നേതാവ്, മലയോര മേഖലയിലൊക്കെ വലിയ കോൺഗ്രസിന് സ്വാധീനമുള്ള നേതാവ് ഇന്ന് BJPയിൽ ചേരുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. അത്തരത്തിൽ കേരളത്തിലുടനീളം കൂടുതൽ ഈ BJPയിലേക്ക് ഇത്തരത്തിൽ കൂടുതൽ നേതാക്കളെ എത്തിക്കുക, ഒപ്പം NDA മുന്നണി ശക്തമാക്കുക, പുതിയ ഘടകകക്ഷികളെ ഉൾപ്പെടുത്തുക, ഇത്തരത്തിൽ വലിയ പദ്ധതിയോടുകൂടിയാണ് ഈ യാത്ര ആരംഭിക്കുന്നത്. എന്തായാലും പ്രവർത്തകരെ സജ്ജമാക്കുന്നതിനോടൊപ്പം മുന്നണി കൂടി വിപുലീകരിക്കുക എന്ന ലക്ഷ്യം കൂടി ഈ ജാഥക്കുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 10:30 വാർത്താ സമ്മേളനത്തിന് ശേഷം 11:30 മത സാമുദായിക നേതാക്കളുമായുള്ള ഒരു കൂടിക്കാഴ്ചയുണ്ട്. ഇതെല്ലാ ജില്ലകളിലും ഈ ഇത്തരത്തിലുള്ള കൂടിക്കാഴ്ചകൾ ഒരുക്കിയിട്ടുണ്ട്. അതിനുശേഷം 3 മണിക്കാണ് ഉദ്ഘാടന പരിപാടി. ഉദ്ഘാടന പരിപാടിക്ക് ശേഷം മേൽപ്പറമ്പിൽ സമാപിക്കും. എന്തായാലും വലിയ ഒരുക്കങ്ങളാണ് കാസർഗോഡ് ജില്ലയിൽ ഇപ്പോൾ ഈ ജാഥയ്ക്കായി ഒരുക്കിയിട്ടുള്ളത്. അത്തരത്തിൽ വലിയ വിപുലമായ പരിപാടികൾ. എന്തായാലും ഈ BJPയിൽ അതൃപ്തിയുള്ള ചില നേതാക്കൾക്ക്, സുരേന്ദ്രനുമായി അകൽച്ചയുള്ള നേതാക്കളൊക്കെ ഈ ജാഥയിൽ പങ്കെടുക്കും. അത്തരത്തിൽ വലിയ ഐക്യത്തോടുകൂടി ഇനി പാർലമെന്റ് തെരഞ്ഞെടുപ്പിനെ നേരിടും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. എന്നാലും ദേശീയ നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് ഇത്തരത്തിലൊരു ജാഥ എന്നും അറിയാൻ സാധിക്കുന്നു. മുന്നണിയെ ശക്തിപ്പെടുത്തുക, ഒപ്പം BJP ഒരേ ഐക്യത്തോടു കൂടി തന്നെ തെരഞ്ഞെടുപ്പിൽ നേരിടുക എന്നൊരു ലക്ഷ്യമാണ് ഈ ജാഥയിലൂടെ എന്തായാലും ഉള്ളത്. ആര്യ, തീർച്ചയായും KV ബൈജു ആണ് ആ വിവരങ്ങൾ നൽകിയത്. 1.5 വർഷം കഴിഞ്ഞിട്ടും ബാലാരിഷ്ടത മാറാതെ സർക്കാരിന്റെ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയായ മെഡിസെപ്പ് എംപാനൽ ചെയ്തിട്ടുള്ള ആശുപത്രികളിൽ പോലും പല അസുഖങ്ങൾക്കും ചികിത്സ ലഭിക്കുന്നില്ല. പണരഹിത ചികിത്സ എന്ന വാഗ്ദാനവും പലപ്പോഴും നടപ്പാകുന്നില്ല. 2022 ജൂലൈയിലാണ് മെഡിസെപ്പ് പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. സർക്കാരിന്റെ അഭിമാന പദ്ധതി എന്നായിരുന്നു അവകാശവാദം. ജീവനക്കാർക്കും പെൻഷൻകാർക്കും മെച്ചപ്പെട്ട ചികിത്സയായിരുന്നു ലക്ഷ്യം. 500 രൂപയാണ് പ്രതിമാസം അടക്കേണ്ടത്. പദ്ധതി ആരംഭിച്ച് 1.5 വർഷത്തോളമായിട്ടും പരാതികൾ തീരുന്നില്ല. എല്ലാ അസുഖങ്ങൾക്കും ചികിത്സ എന്നായിരുന്നു വാഗ്ദാനം. പണരഹിത ചികിത്സ എന്ന വാഗ്ദാനം പാലിക്കാനും പല സ്വകാര്യ ആശുപത്രികളും തയ്യാറാകുന്നില്ല. ചികിത്സയ്ക്ക് മുൻകൂർ പണം ആവശ്യപ്പെടുന്ന ആശുപത്രികൾ നിരവധി. ഗുരുതര രോഗം ബാധിച്ച ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യപ്പെടുന്ന രോഗി 24 മണിക്കൂറിനുള്ളിൽ മരണപ്പെട്ടാൽ ആനുകൂല്യം ലഭിക്കില്ല. ഹൃദയ സംബന്ധമായ ചികിത്സയുടെ ഭാഗമായി നടത്തുന്ന ആൻജിയോഗ്രാം ചെയ്തതിനു ശേഷം അഡ്മിറ്റ് ചെയ്യാതെ ചികിത്സ തേടിയാലും ഇൻഷുറൻസ് പ്രതീക്ഷിക്കേണ്ട. അപകടം എന്നത് വാഹനാപകടം മാത്രമായി പരിമിതപ്പെടുത്തിയതിനാൽ മറ്റ് അപകടങ്ങൾ സംഭവിച്ചാലും ചികിത്സ വഴിമുട്ടും. മെഡിസെപ്പിന്റെ സൈറ്റിൽ തന്നെ നൽകിയിരിക്കുന്ന ആശുപത്രികളുടെ ലിസ്റ്റിൽ
പലയിടത്തും രോഗികൾ എത്തിയാൽ മെഡിസെപ്പിന്റെ സൈറ്റിൽ പറയുന്ന രോഗങ്ങൾക്ക് ചികിത്സയില്ല. ഇങ്ങനെ പരാതികളുടെ പട്ടിക നീളും. സ്വകാര്യ ആശുപത്രികളെയാണ് സർക്കാർ പഴിചാരുന്നത്. ആശുപത്രികളാകട്ടെ സർക്കാരിനെയും. കുറ്റം ആരുടേതായാലും ബുദ്ധിമുട്ടുന്നത് ജീവനക്കാരാണ്, അവരുടെ കുടുംബാംഗങ്ങളാണ്. വൈകാതെ പ്രശ്നപരിഹാരം വേണമെന്ന ആവശ്യവും ശക്തമാവുകയാണ്. ഐശ്വര്യ അനിലിന്റെ റിപ്പോർട്ടാണ് കണ്ടത്. ജീവനക്കാർക്ക് അനുഗ്രഹമാണ് മെഡിസെപ്പ് എന്നാണ് സർക്കാരിന്റെ അവകാശവാദം. എന്നാൽ 14 വർഷമായി സർക്കാർ സർവീസിലുള്ള അനുപമയുടെ അനുഭവം ഈ അവകാശവാദങ്ങളെ പൊളിക്കുന്നതാണ്. കഴിഞ്ഞൊരു മാസമായിട്ട് പെട്ടെന്നൊരു ഷോൾഡർ പെയിനും ഈ നെക്കിന്റെ ഇവിടെ നിന്നൊരു വേദന വന്നപ്പോഴത്തേക്കും നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ ബാമും പെയിൻ റിലീഫൊക്കെ ഇട്ടിരുന്നു. പിന്നെ പെട്ടെന്ന് അങ്ങോട്ട് ഒരു ദിവസം വേദന കൂടിയപ്പോൾ നേരെ ന്യൂറോ സർജറി ഉള്ളത് നമ്മുടെ മെഡിക്കൽ ട്രസ്റ്റിലാണ്, എറണാകുളം പള്ളിമുക്ക്. അപ്പോൾ മെഡിക്കൽ ട്രസ്റ്റിൽ ചെന്നപ്പോൾ അവിടെ ന്യൂറോ സർജറി അല്ലെങ്കിൽ ന്യൂറോ സർജൻ ഉണ്ടെന്ന് ഉറപ്പ് വരുത്തി. അപ്പോൾ അവർ നമ്മളോട് ചോദിച്ചു, നിങ്ങൾക്ക് ഇൻഷുറൻസ് ക്ലെയിം എന്തെങ്കിലും ഉണ്ടോ? കാരണം ഒരു 3 lakhs അടുത്താവും ഈ സർജറിക്ക് എന്ന് അവർ പറഞ്ഞു. അപ്പോൾ നമ്മൾക്ക് ഓട്ടോമാറ്റിക്കലി ഉണ്ടല്ലോ, മെഡിസെപ്പ് നമ്മുടെ ക്ലെയിം പിടിച്ചുകൊണ്ടിരിക്കുന്നതാണല്ലോ സർക്കാർ നാളുകളായിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു മെഡിസെപ്പ് ഉണ്ട്. അത് കഴിഞ്ഞ് സർജറി ചെയ്ത് ഒരു 2.53 അടുത്തായി. അത് കഴിഞ്ഞപ്പോഴാണ് ഇൻഷുറൻസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നൊക്കെ അവർ വരുവാണ് മെഡിക്കൽ ട്രസ്റ്റിന്റെ. അപ്പോൾ അവരൊന്നുമില്ല, മെഡിസെപ്പ് തരില്ല, പൂർണ്ണമായും തരില്ല. കാരണം അത് എന്താ കാര്യം എന്ന് ചോദിച്ചപ്പോൾ ഞാൻ നിങ്ങൾക്ക് അറിയിക്കേണ്ട ഒരു ബാധ്യതയുണ്ടല്ലോ. കാരണം ഇത് ഉണ്ടെന്ന് അറിഞ്ഞത് കൊണ്ട് മാത്രം നമ്മൾ ഈ ഹോസ്പിറ്റലിലേക്ക് വന്നതാ. ഇത് അനുപമയുടെ മാത്രം അനുഭവമല്ല. നിരവധി സർക്കാർ ജീവനക്കാരും കുടുംബാംഗങ്ങളും ഈ പ്രതിസന്ധി നേരിടുകയാണ്. സർക്കാരിന്റെ വാഗ്ദാനവും മെഡിസെപ്പും വിശ്വസിച്ച് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയ്ക്ക് പോകും. ലക്ഷങ്ങളുടെ ബില്ല് വരുമ്പോൾ ഞെട്ടും. മെഡിക്കൽ ടെസ്റ്റിൽ ഉണ്ടെന്ന് അറിഞ്ഞുകൊണ്ടാണ് ഇങ്ങോട്ട് വന്നത്. അപ്പോൾ എന്താ നിങ്ങൾ ഇങ്ങനെ ചോദിച്ചപ്പോൾ അവർക്ക് അതിന് പ്രത്യേകിച്ച് മറുപടിയൊന്നുമില്ല. കാരണം മെഡിസെപ്പുകാരായിട്ടുള്ള എന്ത് ഇഷ്യൂ ആണെന്നോ അവർ പൈസ കൊടുക്കുന്നില്ലെന്നോ ഗവൺമെന്റ് ഇവർക്ക് പൈസ അതിനെപ്പറ്റിയിട്ട് എനിക്ക് ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും അറിയില്ല. അപ്പോൾ എൻ്റെ കൺസേൺ ഞാനിത് ഉന്നയിക്കുമ്പോൾ ഇതായിരുന്നില്ല. കാരണം എനിക്കിപ്പോൾ അച്ഛനും അമ്മയും റിട്ടയർഡ് ഗവൺമെന്റ് സർവൻസ് ആണ്, ഹസ്ബൻഡ് ബാങ്കിലാണ്, വീട്ടിൽ കുഴപ്പമില്ല. ഇപ്പോൾ പെട്ടെന്ന് ഒരു 2 ലക്ഷം എടുക്കാൻ പറഞ്ഞാൽ എങ്ങനെയെങ്കിലൊക്കെ നമ്മുടെ കയ്യിൽ ഉണ്ടാവും. അത് അങ്ങോട്ട് ആ സർജറി അങ്ങോട്ട് കഴിഞ്ഞു, ഞാൻ ഓക്കെ ആവുന്നു, വൈകാതെ ഞാൻ തിരിച്ച് ജോലിക്ക് ജോയിൻ ചെയ്യും. പക്ഷെ നമ്മൾ ഈ ഒരു സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞപ്പോഴാണ് ഇത് എത്രത്തോളം നമ്മളെ ബാധിക്കുന്നു, അല്ലെങ്കിൽ സാധാരണ ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥന് അതെങ്ങനെ ബാധിക്കുന്നു. മെഡിസെപ്പിന്റെ വെബ്സൈറ്റ് പരിശോധിച്ചാൽ എറണാകുളം മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിൽ ന്യൂറോ സർജറിക്ക് ഇൻഷുറൻസ് ലഭിക്കുമെന്ന് കാണാം. എന്നാൽ പിന്നെ അനുപമയ്ക്കുണ്ടായ ദുരനുഭവത്തിന്റെ കാരണക്കാർ ആര്? മറുപടി പറയേണ്ടത് സർക്കാരാണ്. ന്യൂസ് 18 തിരുവനന്തപുരം. രാജ്യാന്തര സ്പോർട്സ് സമ്മിറ്റിലൂടെ 5000 കോടി രൂപയുടെ നിക്ഷേപം ലഭിച്ചതായി കായികമന്ത്രി വി അബ്ദുറഹ്മാൻ. കായികരംഗത്ത് 10,000 തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടും. സാധാരണക്കാരായ കായിക താരങ്ങൾക്ക് മികച്ച പരിശീലനം ഉറപ്പാക്കാൻ പഞ്ചായത്ത് തലം മുതൽ പദ്ധതികൾ നടപ്പാക്കും. കായിക താരങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പരിഗണന നൽകുന്ന സംസ്ഥാനമാണ് കേരളം. ഓരോ വർഷവും 50 നിയമനങ്ങൾ സർക്കാർ തലത്തിൽ നടപ്പിലാക്കുന്നുവെന്നും ഇതിനോടകം 741 കായിക താരങ്ങൾക്ക് നിയമനം നൽകിയതായും മന്ത്രി വി അബ്ദുറഹ്മാൻ പറഞ്ഞു. പഞ്ചായത്ത് തലത്തിൽ നിന്നാണ് നമ്മൾ തുടങ്ങാൻ പോകുന്നത്. നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ മുന്നോട്ട് വെച്ച 1000 പദ്ധതികളാണ് നമ്മൾ അടുത്ത വർഷം മുതൽ നടപ്പിലാക്കാൻ പോകുന്നത്. അപ്പോൾ അതിനാണ് നമ്മൾ മൈക്രോ ലെവൽ സ്പോർട്സ് എന്ന് അതിനെ പറയുന്നത്. 5250 കോടി രൂപയുടെ ഈ രാജ്യാന്തര സമ്മിറ്റിലൂടെ നമുക്ക് കേരളത്തിലെത്തിയിട്ടുണ്ട്. 741 ആളുകൾക്ക് ഇപ്പോൾ ജോലി നൽകിക്കഴിഞ്ഞു. ഇനി 2019-20 ലിസ്റ്റിൽ വരുന്ന ആളുകളാണ്. അതിൻ്റെ അപ്പോയിൻമെൻറ്റ് നടക്കാൻ പോവുകയാണ്. അപ്പോൾ ഈ മേഖലയിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ നൽകിയതും നമ്മളാണ്. പക്ഷേ ഇതിനെ വേറെ രീതിയിൽ വക്രീകരിച്ച് കാണിക്കാനുള്ള നടപടികൾ ശരിയല്ല. അത് പ്രചരണം മാത്രമാണ്. ഈ കാര്യത്തിൽ ഇന്ത്യയിൽ ഒരു സംസ്ഥാന ഗവൺമെൻറ് എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് കേരളം മാത്രമാണ്. കേരളം പോലുള്ള സംസ്ഥാനത്ത് തൊഴിലുകൾ സൃഷ്ടിക്കപ്പെടണം, പുതിയ മേഖലയിലേക്ക് നമ്മൾ കടക്കണം. അതാണ് നമ്മൾ പ്രാവർത്തികമാക്കി എടുക്കുകയാണ് ഇതിലൂടെ. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളിപ്പോൾ പിച്ച് ചെയ്ത് കഴിഞ്ഞു, നമ്മളിത് ആരംഭിച്ചു കഴിഞ്ഞു. ഇതിൽ നമ്മൾ 100 ദിവസത്തെ ഫോളോ അപ്പ് വർക്കുകൾ നടത്തുക, കാര്യങ്ങൾ പഠിക്കുക, അതെങ്ങനെ ഏറ്റവും വേഗത്തിൽ എങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ അടുത്ത 1 വർഷത്തെ ഇതിനെ തുടർ പ്രവർത്തനങ്ങളാണ് നടക്കാൻ പോകുന്നത്. ആ തുടർ പ്രവർത്തനങ്ങളുടെ നിങ്ങൾ പറയുന്ന എല്ലാ സംശയങ്ങൾക്കും അത് നിവാരണമുണ്ടാവും. രാജ്യാന്തര സ്പോർട്സ് സമ്മിറ്റിന്റെ ഭാഗമായി തിരുവനന്തപുരത്ത് ആവേശം നിറച്ച് ഓട്ടോ ക്രോസ് മത്സരം. 10 വിഭാഗങ്ങളിലായി 50-ലേറെ താരങ്ങളാണ് പങ്കെടുത്തത്. 10 വനിതാ താരങ്ങളും മത്സരത്തിന്റെ ഭാഗമായി. സുരക്ഷാ മാനദണ്ഡങ്ങൾ ഉറപ്പാക്കിക്കൊണ്ട് പ്രത്യേകം തയ്യാറാക്കിയിരിക്കുന്ന ട്രാക്കിൽ
ഏറ്റവും വേഗത്തിൽ കാർ ഓടിച്ചെത്തുന്ന താരത്തെ കണ്ടെത്താനുള്ള ആവേശകരമായ പോരാട്ടം. (1600 മീറ്റർ ദൂരം 60 സെക്കൻഡിൽ പൂർത്തിയാക്കി കാണികളെ വിസ്മയിപ്പിച്ച് രാജ്യാന്തര താരങ്ങൾ. ഇത് FMSIയുടെ ഫുൾ സേഫ്റ്റി ഗൈഡ് ലൈൻസിലൂടെയാണ് നടത്തുന്നത്. അതായത് റാലി ഓടിക്കണമെങ്കിൽ റാലി കാറിൽ റോൾ കേജ്, സീറ്റ് ബെൽറ്റ്, ഹെൽമെറ്റ്, അതുപോലെ തന്നെ 2 വീലർസ് ഓടിക്കുന്നുണ്ടെങ്കിൽ പ്രോപ്പർ ഗിയറിലൂടെ അവർ ധരിച്ചിരിക്കണം. എല്ലാം ആസ് പെർ റെഗുലേഷനാണ്. അപ്പോൾ പ്രോപ്പർ റോഡിലൂടെ ഓടിക്കുന്നതല്ല റേസിംഗ്. അതായത് പ്രോപ്പർ ഗൈഡ് ലൈൻസിലൂടെ ട്രാക്കിലൂടെ ഓടിക്കാൻ വേണ്ടിയുള്ള എല്ലാ ഫെസിലിറ്റിയും അതുപോലെ എല്ലാ സേഫ്റ്റി മെഷർമെൻറ്റും ഞങ്ങൾ എടുക്കും. ഓട്ടോക്രോസ് മത്സരങ്ങളുടെ ഭാഗമാകാൻ ആഗ്രഹിക്കുന്നവർക്ക് സംസ്ഥാന വ്യാപകമായ പരിശീലനം നൽകാനും കേരളീയം മോട്ടോർ സ്പോർട്സ് അസോസിയേഷൻ തീരുമാനമെടുത്തിട്ടുണ്ട്. 40ഓളം പുരുഷന്മാരും 10ഓളം വനിതകളും ഇതിൽ ഇന്നത്തെ മത്സരത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. അതുകൂടാതെ ഞങ്ങളിപ്പോൾ ഇവിടെ ട്രിവാൻഡ്രത്ത് ഇത് നടത്തുന്നതുകൊണ്ട് ട്രിവാൻഡ്രം ബോയ്സ് ആൻഡ് ഗേൾസ് എന്ന് പറഞ്ഞൊരു കാറ്റഗറി കൂടെ ഞങ്ങളിതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ വളരെ നല്ലൊരു പാർട്ടിസിപ്പേഷനാണ് ഇന്നിവിടെ നടന്നിരിക്കുന്നത്. ഫെഡറേഷൻ ഓഫ് മോട്ടോർ സ്പോർട്സ് ക്ലബ് ഇന്ത്യയുടെ സുരക്ഷാ മാനദണ്ഡങ്ങൾ ഉറപ്പാക്കിക്കൊണ്ടാണ് ഓട്ടോക്രോസ് മത്സരം തലസ്ഥാനത്ത് നടന്നത്. ന്യൂസ് 18 തിരുവനന്തപുരം. മുഖ്യമന്ത്രി നിതീഷ് കുമാർ വീണ്ടും NDAയിലേക്ക് ചേക്കേറുമെന്ന സൂചനകൾക്കിടെ ബീഹാർ രാഷ്ട്രീയത്തിൽ എന്ത് സംഭവിക്കുമെന്ന് ഉറ്റുനോക്കി രാജ്യം. നാളെ JDU MLAമാരുടെ യോഗം നിതീഷ് കുമാർ വിളിച്ചു. രാവിലെ 10 മണിക്കാണ് MLAമാരുടെ യോഗം. അതിനിടെ BJP ദേശീയ നിർവാഹക സമിതി യോഗം ഇന്നും നാളെയുമായി ബീഹാറിൽ ചേരും. ബീഹാറിലെ സാഹചര്യം വിലയിരുത്തിയ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ, BJP ദേശീയ അധ്യക്ഷൻ JP നദ്ദ, BJP ദേശീയ ജനറൽ സെക്രട്ടറി BL സന്തോഷ് എന്നിവരുമായി ചർച്ച നടത്തി. മാധ്യമപ്രവർത്തക ജീൻ കാരൽ നൽകിയ അപകീർത്തി കേസിൽ മുൻ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് കനത്ത തിരിച്ചടി. ജീൻ കാരലിന് $83 മില്യൺ നഷ്ടപരിഹാരം നൽകണമെന്ന് ന്യൂയോർക്ക് കോടതി വിധിച്ചു. $5 മില്യൺ ആവശ്യപ്പെട്ടിരുന്നത്. സമൂഹ മാധ്യമങ്ങളിലൂടെയും പരസ്യമായും ട്രംപ് അധിക്ഷേപം തുടർന്നതോടെയാണ് 8 ഇരട്ടി തുക പിഴയായി കോടതി വിധിച്ചത്. 1996 കേസിനാസ്പദമായ സംഭവം. ഇടവേള. ഈ പരിപാടി വാർത്തകളിലേക്ക്. വയനാട്ടിൽ സുൽത്താൻ ബത്തേരിയിൽ കരടി ഇറങ്ങി. ബത്തേരി ടൗണിൽ കോടതി വളപ്പിൽ ഇന്നലെ രാത്രി 11 മണിയോടെയാണ് കരടിയെ കണ്ടെത്തിയത്. കരടി മേഖലയിൽ സഞ്ചരിക്കുന്ന CCTV ദൃശ്യവും പുറത്തുവന്നു. ആനയുടെ സ്ഥാനത്തെ ചൊല്ലി കൂട്ടയടി. തൃശൂർ കാവിലക്കാടാണ് നാട്ടുകാർ തമ്മിൽ തല്ലിയത്. കൂട്ടിയെഴുന്നള്ളിപ്പിന് ആനയെ നിർത്തുന്നത് സംബന്ധിച്ച തർക്കമാണ് സംഘർഷത്തിൽ കലാശിച്ചത്. ആനയുടെ തൊട്ടടുത്തുണ്ടായ സംഘർഷം ഉണ്ടായതോടെ പാപ്പാന്മാർ ആനകളെ ഉടൻ മാറ്റി. തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ, ചിറക്കൽ കാളിദാസൻ തുടങ്ങിയ ആനകളാണ് ഉത്സവത്തിന് ഉണ്ടായിരുന്നത്. ഇന്നലെ രാത്രിയാണ് സംഭവം. വിവരങ്ങളുമായി ഡാനി പോൾ ചേരുന്നു. ഡാനി, എന്താണ് സംഭവിച്ചത്? ഇന്നലെ തൃശ്ശൂരിൽ നടന്ന തൃശ്ശൂര് കാവിലക്കാട് എന്ന് പറയുന്ന സ്ഥലത്തുണ്ടായിരുന്ന
ഈ ആനയുടെ എഴുന്നള്ളിപ്പ് സംബന്ധിച്ചുള്ള സംഭവമായിരുന്നു. ഈ ഒരു തർക്കത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയത്. ആനയുടെ കൂട്ടി എഴുന്നള്ളിപ്പ് സംബന്ധിച്ച് ആനകളെ നിർത്തുന്നത്, ആനകളെ ഉത്സവ കാര്യങ്ങളിലെല്ലാം തന്നെ നിർത്തുന്നത്, അതിൻ്റെ ഒരു പൊക്കം കാര്യങ്ങളുടെ ക്രമം അനുസരിച്ചൊക്കെയാണ് നിർത്തുന്നത്. അപ്പോൾ തൃശ്ശൂർ പോലുള്ള ഒരു സ്ഥലത്ത് ഈ ആനകൾക്കെല്ലാം തന്നെ വലിയ ആരാധകരുള്ള സ്ഥലമാണ്, ആനപ്രേമികളുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ ഇതിന്റെ എഴുന്നള്ളിപ്പിന്റെ ഇടയ്ക്ക് ആനയെ നിർത്തുന്ന അവരുടെ ഒരു പൊക്കം അനുസരിച്ച് കാര്യങ്ങളും അവരുടെ ഒരു പ്രൗഢി അനുസരിച്ചെല്ലാം തന്നെ നിർത്തുന്നതിനൊരു ക്രമമുണ്ട്. അപ്പൊ അത് സംബന്ധിച്ചുള്ള ഒരു തർക്കമാണ് ഈ രീതിയിലേക്ക് ഒരു സംഘർഷം ഉണ്ടായത്. അത് ഈ ആനകൾ നിർത്തിയിരിക്കുന്ന ആ ഭാഗത്ത് തൊട്ടടുത്ത് വെച്ചായിരുന്നു ഈ സംഘർഷം ഉണ്ടായത് തന്നെയാണ് ഇതിലൊരു വലിയ വിഷയം ഉണ്ടാവുന്നത്. പക്ഷെ വളരെ പെട്ടെന്ന് തന്നെ പാപ്പാന്മാർ ആനയെ അവിടുന്ന് ഉടൻ മാറ്റി. ഇതിൽ ഈ കൂട്ടി എഴുന്നള്ളിപ്പ് എന്ന രീതിയിലെ ഒരു ആനയെ ഇടത്തെ കൂട്ടായി നിർത്തിയിരുന്ന തൃക്കടവൂർ ശിവരാജ് എന്ന ആനയായിരുന്നു ഇടത്തെ കൂട്ടായി നിർത്തിയിരുന്നത്. ആ സ്ഥാനത്തേക്ക് ചിറക്കൽ കാളിദാസിനെ കയറ്റി നിർത്തിയതാണ് ഈ വഴക്ക് ഉണ്ടാകാനായിട്ട് കാരണം. ഈ സ്ഥാനം മാറ്റിയത് സംബന്ധിച്ചുള്ള ഒരു ചോദ്യം ചെയ്യൽ, ആനയിടയ്ക്ക് നിർത്തിയത് സംബന്ധിച്ച ഇതിന്റെ ആരാധകരുടെ ഒരു ചോദ്യം ചെയ്യലെല്ലാം തന്നെയാണ് ഈ രീതിയിലേക്ക് ഒരു ഒച്ചപ്പാടിലേക്ക് അടക്കം നീങ്ങിയത്. സാധാരണ വാക്കുതർക്കം എന്ന രീതിയിലായിരുന്നു, പിന്നീട് ഒരു സംഘർഷത്തിലേക്ക് തന്നെ പോകുന്നു. നമുക്കറിയാം, കേരളത്തിലെ ഏറ്റവും തലയെടുപ്പുള്ള ആനകളിലൊന്നായ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ തുടങ്ങിയ ആനകൾ എല്ലാം തന്നെ ഈ പൂരത്തിന് ഈ ഒരു ഉത്സവത്തിന് അണിനിരന്നിരുന്നു. ഇതെല്ലാം അതിന്റെ ഒരു ക്രമമെല്ലാം തന്നെ രൂപപ്പെടുത്തിയതിനു ശേഷമായിരുന്നു പിന്നീട് ഇത് സംബന്ധിച്ചൊരു തർക്കത്തിലേക്ക് നീങ്ങുന്നത്. അതിപ്പോൾ നമ്മൾ കാണുന്നത് പോലെ, ദൃശ്യങ്ങൾ കാണുന്നത് പോലെ വലിയൊരു സംഘർഷത്തിലേക്ക് അടക്കം നീങ്ങുന്ന ഒരു അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. ആനകളെല്ലാം എഴുന്നള്ളിച്ച് നിർത്തിയതിനു ശേഷമായിരുന്നു ഈ രീതിയിലുള്ള ഒരു സംഘർഷത്തിലേക്ക് പോകുന്നത്. അത് വലിയ രീതി ആനകൾ വിരണ്ടോടാനുള്ള ഏതെങ്കിലും സാഹചര്യം ഉണ്ടാകുമായിരുന്നെങ്കിൽ വലിയ രീതിയിലേക്ക് വിഷയങ്ങൾ സംഭവിക്കുമായിരുന്നു. പക്ഷെ പാപ്പാന്മാരടക്കം വളരെ പെട്ടെന്ന് ഇടപെട്ട് ആനകളെ ഉടൻ തന്നെ അവിടെ നിന്ന് മാറ്റുകയും ചെയ്തു. തുടർന്ന് ഒരു സംഘർഷാവസ്ഥ ശാന്തമായതിനു ശേഷമാണ് പിന്നീട് കാര്യങ്ങൾ നടന്നത്. ഇന്നലെ രാത്രിയാണ് ഇത് ഉണ്ടാവുന്നത്. തൃശ്ശൂർ കാവിലക്കാടാണ് ഈ സംഭവം. നാട്ടുകാർ തമ്മിൽ തല്ലുന്നൊരവസ്ഥയിലേക്ക് വന്നത്. ആനകളുടെ എഴുന്നള്ളിപ്പ് സംബന്ധിച്ച് അവരുടെ നിര തെറ്റിയത് സംബന്ധിച്ചുള്ള തർക്കമാണ് ഈ രീതിയിലുള്ള സംഘർഷത്തിലേക്ക് നീങ്ങിയത്. ആര്യ. ശരി, ഡാനി പോളാണ് വിവരങ്ങൾ നൽകിയത്. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.